Hello my dear friends, welcome to Negentropy BTech Tuition. This is Afsal. നമ്മൾ ഇന്ന് ഫ്രിക്ഷൻ്റെ ഒരു ലെവൽ 2 ടൈപ്പ് പ്രോബ്ലത്തിലേക്ക് കടക്കുകയാണ്. നമ്മൾ ഏറ്റവും ആദ്യം ചെയ്ത പ്രോബ്ലം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ചെറിയൊരു വ്യത്യാസം മാത്രമാണ് ഈ പ്രോബ്ലത്തിലുള്ളത്. നമുക്ക് പ്രോബ്ലത്തിലേക്ക് ഡയറക്റ്റ് പോകാം. ഒരു ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഗിവൺ ഡേറ്റാസ് എഴുതി തന്നെ പോകാം അല്ലേ. ഗിവൺ ഡേറ്റാസ് നോക്കൂ നിങ്ങൾ, എ ബ്ലോക്ക് ഓഫ് വെയിറ്റ് 200 ന്യൂട്ടൺ, W is equal to എത്രയാണ് 200 ന്യൂട്ടൺ ആണ്, is placed on a rough horizontal floor. If the coefficient of friction is equal to 0.25, mu is equal to എത്രയാണ് 0.25 ആണ്. mu is equal to 0.25. Find the full അല്ല, pull ആണ്. Find the pull P required to move the block, just to move the block. അപ്പോൾ P എന്ന് പറയുന്ന ഫോഴ്സ് ആണ് കണ്ടെത്താനുള്ളത്. പക്ഷേ if the P is inclined upward at 30 degree to the horizontal, നമ്മൾ ഏറ്റവും ആദ്യം പഠിച്ച പ്രോബ്ലത്തിൽ P എന്ന് പറഞ്ഞ ഫോഴ്സ് എന്തായിരുന്നു, പ്യൂർലി ഹൊറിസോണ്ടൽ ആയിരുന്നു. ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത്, സ്ലൈറ്റ്ലി ഇൻക്ലൈൻഡ് അപ്വേർഡ്, മുകളിലോട്ട് എന്ത് ചെയ്തിരിക്കുകയാണ്, അപ്വേർഡ് ഡയറക്ഷനിലോട്ട് ഇൻക്ലൈൻഡ് ആയിട്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ ഫോഴ്സ് P എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നേരെ സാധാരണ വരയ്ക്കുന്ന പോലെ പ്രോബ്ലത്തിലേക്ക് പോവാം. ഫസ്റ്റ് നമുക്ക് നമ്മുടെ ബ്ലോക്ക് വരയ്ക്കാം. ലെറ്റ്സ് സേ ദിസ് ഇസ് ദ ബ്ലോക്ക്. ഈ ബ്ലോക്ക് ഇരിക്കുന്നത് എവിടെയാണ്, ഒരു റഫ് ഹൊറിസോണ്ടൽ സർഫസ് ലൈക്ക് ദിസ്. ഒരു റഫായിട്ടുള്ള ഒരു ഹൊറിസോണ്ടൽ സർഫസിൽ ആരിയ്ക്കുകയാണ്, നമ്മുടെ ബ്ലോക്ക് ഇരിക്കുകയാണ്. ഈ ബ്ലോക്കിൻ്റെ വെയിറ്റ് എത്രയാണ്, ലെറ്റ്സ് സേ W is the weight of the block. അത് എത്ര എന്ന് പറയുന്നുണ്ട്, 200 ന്യൂട്ടൺ ആണെന്ന് പറയുന്നുണ്ട്. പിന്നെ വരുന്നത് എപ്പോൾ P required to move the, ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്യാൻ. അപ്പോൾ നമ്മളിവിടെ ഉപയോഗിക്കേണ്ട കണ്ടീഷൻ എന്താണ്, മാക്സിമം ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ്. ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്യാനാണ്, അല്ലാതെ മൂവ് ചെയ്യിപ്പിച്ചുകൊണ്ട് പോകാൻ, ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്യുക, അനക്കാനാണ്. അപ്പോൾ നമ്മളിവിടെ F is equal to mu r എന്ന് പറയുന്ന മാക്സിമം ഫ്രിക്ഷണൽ ഫോഴ്സ് നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ പ്രശ്നം അതല്ല, ബ്ലോക്ക് P is inclined upward. സോ ഈ കാണുന്ന ഡയറക്ഷനിലേക്ക് ആരുണ്ട്, നമ്മുടെ P എന്ന് പറയുന്ന ഫോഴ്സ് ഉണ്ട്. ഇൻക്ലൈൻഡ് ഹൊറിസോണ്ടലുമായിട്ട് എന്ത് ചെയ്തിരിക്കുകയാണ്, 30 ഡിഗ്രി ഇൻക്ലിനേഷനിലാണ് ആരിയ്ക്കുന്നത്, നമ്മുടെ ബ്ലോക്ക് ഇരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ ഫോഴ്സ് P എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ആ ക്വസ്റ്റ്യൻ നമ്മൾ ഡ്രോ ചെയ്തിട്ടുണ്ട്, നമുക്കതിനങ്ങോട്ട് മാറ്റിയിടാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇവൻ്റെ ഫ്രീ ബോഡി ഡയഗ്രത്തിലേക്ക് നമ്മൾ പോവുകയാണ്. സെയിം ഫ്രീ ബോഡി ഡയഗ്രത്തിലോട്ട് പോകാം. സോ സെയിം ഫ്രീ ബോഡി ഡയഗ്രത്തിലോട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ബ്ലോക്ക് വരയ്ക്കുന്നു. ദെൻ നമ്മൾ റഫ് ഹൊറിസോണ്ടൽ സർഫസ് വരയ്ക്കുന്നു. റഫ് ഹൊറിസോണ്ടൽ സർഫസ് വരയ്ക്കുന്നു. അതിനകത്തുണ്ടാകുന്ന വെയിറ്റ് W വരയ്ക്കുന്നു. P എന്ന് പറയുന്ന ഇൻക്ലൈൻ ഫോഴ്സ് അവിടെ നിൽക്കട്ടെ. ഇവിടെ ഇതാണല്ലോ സർഫസ്. ഈ സർഫസിൽ നിന്നുണ്ടാകുന്നു, ഈ ബ്ലോക്കും ഈ റഫ് സർഫസും തമ്മിലുള്ള പോയിന്റ് ഓഫ് കോണ്ടാക്ട് ഉണ്ടല്ലോ, ആ കോണ്ടാക്ട് സർഫസിൽ നിന്നുണ്ടാകുന്നു ഒരു നോർമൽ റിയാക്ഷൻ ഉണ്ടാകും. ദാറ്റ് ഈസ് നോർമൽ റിയാക്ഷൻ. നോക്കൂ, ആ പുൾ എങ്ങോട്ടാണ്, ടുവേർഡ്സ് റൈറ്റ് ആണ്. അപ്പോൾ ടെൻഡൻസി ഓഫ് മൂവ്മെൻറ്റ് എങ്ങോട്ടാണ്, ടുവേർഡ്സ് റൈറ്റ് ആണ്. അപ്പോൾ ഫ്രിക്ഷൻ ഫോഴ്സ് എങ്ങോട്ട് വരും, നേരെ ഓപ്പോസിറ്റ് ലെഫ്റ്റ് വരും, R-ന് പെർപെൻഡിക്കുലർ ആയിരിക്കും. സോ F is equal to mu R എന്ന് പറയുന്ന ഇക്വേഷൻ ഇവിടെ നമുക്ക് അപ്ലൈ ചെയ്യാം അല്ലേ. ഫ്രിക്ഷണൽ ഫോഴ്സ് is equal to mu R. നമ്മൾ സാധാരണ പ്രോബ്ലംസുകൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ അപ്ലൈ ചെയ്യുന്ന ഇക്വിലിബ്രിയം ഇക്വേഷൻസ് ഒന്നുകിൽ വെർട്ടിക്കൽ ഫോഴ്സ് ആയിരിക്കും, ഇല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ഫോഴ്സ്. പ്യൂർലി ഹൊറിസോണ്ടൽ ഇല്ലെങ്കിൽ പ്യൂർലി വെർട്ടിക്കൽ. ഞാൻ ആ പ്യൂർലി വെർട്ടിക്കൽ ആയിട്ടുള്ള ഫോഴ്സിലും വരച്ചു, പ്യൂർലി ഹൊറിസോണ്ടൽ ഫോഴ്സിലും വരച്ചു. പക്ഷേ ഇതിലൊന്നും പെടാതെ ഒരാൾ നിൽക്കുന്ന കണ്ടോ, P എന്ന് പറയുന്ന ഇൻക്ലൈൻഡ് ഫോഴ്സ്, വിച്ച് മീൻസ് ഇവനെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഹൊറിസോണ്ടൽ ഡയറക്ഷനിലേക്കും വെർട്ടിക്കൽ ഡയറക്ഷനിലേക്കും എന്ത് ചെയ്യണം, ഇവനെ റിസോൾവ് ചെയ്യണം. അങ്ങനെ റിസോൾവ് ചെയ്തില്ല എങ്കിൽ നമ്മൾ ഇക്വിലിബ്രിയം കണ്ടീഷൻസ് അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ ആരും ഉണ്ടാകത്തില്ല. ഈ P എന്ന് പറയുന്ന നമ്മുടെ ബ്ലോക്കിനെ മൂവ് ചെയ്യിപ്പിക്കാനുണ്ടാകുന്ന ഫോഴ്സ് എന്ത് ചെയ്യത്തില്ല, ആ ഇക്വേഷൻസ് വരത്തില്ല. അപ്പോൾ നമ്മുടെ പ്രോബ്ലംസ് ഒക്കെ തെറ്റിപ്പോകും. അപ്പോൾ എന്തുകൊണ്ട് നമ്മൾ P നമ്മൾ റിസോൾവ് ചെയ്യുന്നു, അവൻ പ്യൂർലി വെർട്ടിക്കൽ ഡയറക്ഷനിലുള്ള ഫോഴ്സുകളിലും പ്യൂർലി ഹൊറിസോണ്ടൽ ഡയറക്ഷനിലുള്ള ഫോഴ്സുകളും ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് നമ്മൾ അവനെ ഇത് രണ്ടിൻ്റെ ഇടയിൽ കിടക്കുകയാണ്. അപ്പോൾ അവനെ റിസോൾവ് ചെയ്ത് നമ്മൾ എങ്ങോട്ട് മാറ്റുന്നു, ഹൊറിസോണ്ടൽ ഡയറക്ഷനിലോട്ട് വെർട്ടിക്കൽ ഡയറക്ഷനിലോട്ട് മാറ്റുന്നു. നോക്കൂ, ദിസ് ഈസ് ദ ഇൻക്ലൈൻ ഫോഴ്സ് P. നമുക്ക് വേണ്ടത് ഹൊറിസോണ്ടലും വെർട്ടിക്കലും. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം, വേണ്ട ഡയറക്ഷനിലോട്ട് ഇവനെ റിസോൾവ് ചെയ്യുന്നു. ദിസ് ഈസ് ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് ആൻഡ് ദിസ് ഈസ് വെർട്ടിക്കൽ കമ്പോണൻറ്റ്. നിങ്ങൾ റൈറ്റ് ട്രയാങ്കിൾ ഒന്ന് വരച്ച് വളരെ ബുദ്ധിമുട്ടി ഒന്ന് റിസോൾവ് ചെയ്യണം. ഞാൻ ഈ പറയുന്ന ടെക്നിക്ക് മാത്രം പഠിച്ചാൽ മതി. ഫസ്റ്റ് ഏത് ഫോഴ്സാണ് റിസോൾവ് ചെയ്യേണ്ടതെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. സെക്കൻഡ് സ്റ്റെപ്പ്
അവനെ നമുക്ക് ഏതൊക്കെ ഡയറക്ഷൻസിലോട്ടാണ് റിസോൾവ് ചെയ്യാനുള്ള ആ ഡയറക്ഷൻസിലോട്ട് കമ്പോണൻസ് മാറിക്കുക. ഇതേപോലെ ഹൊറിസോണ്ടലും വെർട്ടിക്കൽ. ഇനി നോക്കൂ, നമുക്ക് ഈ ആംഗിൾ 30 അറിയാം. ഈ 30യോട് ചേർന്ന് കിടക്കുന്ന സൈഡ് എല്ലായ്പ്പോഴും കോസ് കമ്പോണന്റ് ആയിരിക്കും. അപ്പൊ 30യുടെ ക്ലോസ് ആയിരിക്കും ഈ ഹൊറിസോണ്ടൽ കമ്പോണന്റ് അല്ലേ. അപ്പൊ ഇവൻ ആരായി മാറി? പി കോസ് 30 ആയി മാറി. ഇത് കോസ് ആണെങ്കിൽ ഇവന് ആരായേ പറ്റൂ? ഇവന് സൈൻ ആയേ പറ്റൂ. ദിസ് ഇസ് പി സൈൻ 30. തീർന്നു, കഥ കഴിഞ്ഞു. പ്രോബ്ലം നമ്മൾ എന്ത് ചെയ്തു? റിസോൾവ് ചെയ്ത് കഴിഞ്ഞു. ഇനി ആ റിസോൾവ് ചെയ്ത കമ്പോണന്റ് ഇവിടെ നമുക്ക് മാർക്ക് ചെയ്യാം. വെർട്ടിക്കൽ കമ്പോണന്റ് ആരാണുള്ളത്? ഒന്ന് പി സൈൻ 30. സോ ദിസ് ഈസ് പി സൈൻ 30. ഹൊറിസോണ്ടൽ കമ്പോണന്റ് ആരാണ്? പി കോസ് 30. എല്ലാ ഫോഴ്സുകളും നമ്മൾ എന്ത് ചെയ്തു? ഇങ്ങോട്ട് മാർക്ക് ചെയ്തു. വിച്ച് മീൻസ് നമ്മുടെ ഫ്രീ ബോഡി ഡയഗ്രം എന്തായി കഴിഞ്ഞു? കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ആവശ്യം എന്താണ്? ഇക്വിലിബ്രിയം ഇക്വേഷൻസ്. സോ ഇക്വിലിബ്രിയം ഇക്വേഷൻസ് ആയ സമ്മേഷൻ ഓഫ് ഓൾ ദ വെർട്ടിക്കൽ ഫോഴ്സസ് ഷുഡ് ബി ഈക്വൽ ടു 0 എന്ന കണ്ടീഷൻ അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. നോക്കൂ നിങ്ങൾ, ഇവിടെ എത്ര വെർട്ടിക്കൽ ഫോഴ്സ് ഉണ്ട്? 3 വെർട്ടിക്കൽ ഫോഴ്സ് ഉണ്ട്. ഒരു RN അപ്വേർഡ്, ഒരു പി സൈൻ 30, ഒരു W. അപ്വേർഡ് ഫോഴ്സ് ഒക്കെ എന്താണ്? പോസിറ്റീവാണ്. സോ RN അപ്വേർഡ് പ്ലസ് പി സൈൻ 30 മൈനസ് W ഈസ് ഈക്വൽ ടു 0. ചില കുട്ടികൾ, ഫസ്റ്റ് ഇയറിലെ കുട്ടികളോ ആദ്യമായി പ്രോബ്ലംസുകൾ വർക്കൗട്ട് ചെയ്ത് തുടങ്ങുന്ന കുട്ടികളോ ഇവിടെ വരുമ്പോൾ സ്റ്റക്കായി പോകും. സാർ, ഇതുവരെ ചെയ്ത പ്രോബ്ലം പോലെ അല്ല ഇത്. കാരണം ഒരു ഇക്വേഷൻ സാധാരണ ഇത് നമുക്ക് എന്തെങ്കിലും അൺനോൺ കിട്ടും, ഒന്നും കിട്ടൂല. കാരണം പിയും അൺനോൺ ആണ്, RN എന്ന് പറയുന്ന നോർമൽ റിയാക്ഷനും അൺനോൺ ആണ്. ഒരു ഇക്വേഷൻ 2 അൺനോൺ. എവിടെയോ എന്തോ മിസ്റ്റേക്ക് പറ്റിയെന്ന് പറഞ്ഞ് അവരെന്ത് ചെയ്യാം? കിടന്നിങ്ങനെ സ്റ്റക്കായി കിടന്ന് കറങ്ങും. അങ്ങനെ ഒന്നും നിങ്ങൾ ആലോചിക്കേണ്ട. നിങ്ങൾ മുമ്പോട്ട് പോവുക. ഒരു പ്രോബ്ലം വന്നാൽ സ്റ്റക്കായി കിടന്ന് നമുക്കൊന്നും കിട്ടത്തില്ല. നമ്മൾ മുമ്പോട്ട് പോവുക. നമ്മളിപ്പോൾ വെർട്ടിക്കൽ ഡയറക്ഷൻ മാത്രമല്ലേ സോൾവ് ചെയ്തിട്ടുള്ളൂ. നമ്മുടെ കയ്യിൽ എന്തുണ്ട്? ഹൊറിസോണ്ടൽ ഡയറക്ഷൻസിലോട്ടുള്ള ഇക്വേഷൻ സോൾവ് ചെയ്യാൻ കിടപ്പുണ്ട്. അപ്പോൾ അത് അങ്ങോട്ട് മുന്നോട്ട് പോയി ഹൊറിസോണ്ടൽ ഡയറക്ഷൻ സോൾവ് ചെയ്യാൻ ശ്രമിക്കുക. അല്ലാതെ ഒരു പ്രോബ്ലംസ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മളവിടെ സ്റ്റക്കായി കിടന്നാൽ ഒന്നും നടക്കത്തില്ല. മുമ്പോട്ട് പോയാൽ മാത്രമേ മുന്നിലുള്ള വാതിലുകൾ തുറക്കത്തുള്ളൂ. അടഞ്ഞു കിടക്കുകയാണെങ്കിൽ 2 പ്രാവശ്യം തട്ടിയാൽ മതി, അതങ്ങ് തുറക്കും. ഇത് എഞ്ചിനീയറിംഗ് മെക്കാനിക്സിലെ പ്രോബ്ലത്തിലെ കാര്യം മാത്രമല്ല, നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളും അങ്ങനെ തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി വന്നാലും നമ്മൾ എന്തായിരിക്കണം? കീപ്പ് മൂവിങ് ആയിരിക്കണം. മുന്നോട്ട് പോയാൽ മാത്രമേ, മുന്നോട്ട് പോകാനുള്ള ആ ഒരു എഫേർട്ട് എടുത്താൽ മാത്രമേ നമ്മളിൽ മാറ്റങ്ങൾ സംഭവിക്കൂ, ഓപ്പർച്യൂണിറ്റീസുകൾ ഉണ്ടാവത്തുള്ളൂ, അത് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അവിടെ തന്നെ സ്റ്റക്കായാൽ ഒന്നും നടക്കത്തില്ല. സോ കീപ്പ് മൂവിങ്. നമ്മൾ മുമ്പോട്ട് പോവുകയാണ്. ഇപ്പോൾ ഞാൻ ആരെ മാത്രമേ എഴുതിയിട്ടുള്ളൂ? വെർട്ടിക്കൽ ഡയറക്ഷൻ മാത്രമേ എഴുതിയിട്ടുള്ളൂ. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്? സമ്മേഷൻ ഓഫ് ഓൾ ദ ഹൊറിസോണ്ടൽ ഫോഴ്സസ് ഷുഡ് ബി ഈക്വൽ ടു 0. നോക്കൂ, എത്ര ഫോഴ്സ് ഉണ്ട്? പി കോസ് 30 μRN മാത്രമേ ഇവിടെ ഉള്ളൂ, ഇല്ലേ? സോ നോക്കൂ, റൈറ്റ് സൈഡിലോട്ടുള്ള ഫോഴ്സ് പോസിറ്റീവ് ആണ്. ദാറ്റ് ഈസ് പി കോസ് 30 മൈനസ് μRN. ദിസ് ഈസ് ഈക്വൽ ടു 0. ഇവിടെയും എന്ത് സംഭവമുണ്ട്? പി കോസ് 30 RN, പിയും RN മണ്ണുണ്ട്. പക്ഷേ പ്രശ്നം ഒരല്പം സിംപ്ലിഫൈഡ് ആയിട്ടുണ്ട്. കാരണം തൊട്ട് മുന്നേ വരെ ഒരു ഇക്വേഷൻ 2 അൺനോൺ ആയിരുന്നു. ഇപ്പോൾ എന്ത് സംഭവിച്ചു? 2 ഇക്വേഷൻ 2 അൺനോൺ. എപ്പോഴും പ്രോബ്ലംസ് ഉണ്ടാകുന്നത് എപ്പോഴാണ്? നമ്പർ ഓഫ് അൺനോൺസ് ഗിവൺ ഇക്വേഷനും കാട്ടി കൂടുമ്പോഴാണ് പ്രശ്നം. നമ്പർ ഓഫ് അൺനോൺസും നമ്മുടെ ഇക്വേഷൻസും സെയിം ആയാൽ നമുക്കത് സോൾവ് ചെയ്യാൻ പറ്റും. നമുക്ക് എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്ന അൺനോൺ ഫോഴ്സ് പി ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടുത്തെ അൺനോണായ RN നമുക്ക് റീപ്ലേസ് ചെയ്യാം. അതിനുവേണ്ടി നമുക്ക് ഈ കാണുന്ന വെർട്ടിക്കൽ ഡയറക്ഷൻ ഇക്വേഷൻസ് യൂസ് ചെയ്യാം. സോ ഫ്രം ഹിയർ, ഇവിടെ നിന്ന് ഞാൻ എന്ത് ചെയ്യാൻ പോവുകയാണ്? ഈ ഇക്വേഷനിൽ നിന്ന് RN ഈക്വൽ ടു ഒരു ഇക്വേഷൻ ഡെവലപ്പ് ചെയ്യും. RN ഈക്വൽ ടു -W അപ്പുറത്ത് പോകുമ്പോൾ +W ആവും, പ്ലസ് പി സൈൻ അപ്പുറത്ത് പോകുമ്പോൾ മൈനസ് പി സൈൻ 30 ആയി മാറും. ഈ ഇക്വേഷൻ ഉണ്ടല്ലോ, ഈ ഇക്വേഷൻ, ഈ RN നമുക്ക് നേരെ എവിടെ കൊണ്ട് യൂസ് ചെയ്യാം? ഈ ഫൈനൽ ഇക്വേഷൻസിൽ യൂസ് ചെയ്യാം. നോക്കൂ, ഇവിടെ നമുക്ക് എന്ത് കിട്ടും? പി കോസ് 30 മൈനസ് മ്യൂ. വാട്ട് ഈസ് RN? RN ഒരു ഇക്വേഷൻ ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട്. W മൈനസ് പി സൈൻ 30. ദിസ് ഈസ് ഈക്വൽ ടു 0. നമുക്ക് ഗ്രാജുവലി ആ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. ദാറ്റ് ഈസ് പി കോസ് 30. ഈ മൈനസ് മ്യൂ അകത്ത് കയറുമ്പോഴത്തോട്ട് മൈനസ് മ്യൂ W ആയി മാറും. മൈനസ് മ്യൂ ഇൻറ്റു മൈനസ് ചെയ്യുമ്പോൾ പ്ലസ് മ്യൂ ഇൻറ്റു പി സൈൻ 30. ദിസ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? 0. നോക്കൂ, ഫസ്റ്റ് ടേമിലും ലാസ്റ്റ് ടേമിലും പി കോമൺ അല്ലേ? ആ പി ഞാനിങ്ങനെ പുറത്തെടുക്കുന്നു. സോ ദിസ് ഇസ് പി. കാരണം എന്താണ്? കണ്ടുപിടിക്കാനുള്ള പി ആണ്. പിന്നെ ഫസ്റ്റ് ടേമിൽ ആരേ ഉള്ളൂ? കോസ് 30. ലാസ്റ്റ് ടേമിൽ ആരുണ്ട്? പ്ലസ്
mu sin 30 പ്ലസ് mu sin 30. ഈ കാണുന്ന മൈനസ് ബി ഡബ്ല്യു ഞാൻ ഇക്വേഷൻ്റെ റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോട്ടെ. അപ്പോൾ എന്താവും? പ്ലസ് mu w ആയി മാറുന്നു. ഇവിടെ നമുക്ക് പി കണ്ടുപിടിച്ചൂടെ? വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് പി? നോക്കൂ, നിങ്ങൾ ഇക്വേഷൻ നോക്കൂ. പി ഈസ് ഈക്വൽ ടു mu w ഡിവൈഡഡ് ബൈ cos 30 പ്ലസ് mu sin 30. മ്യൂവിൻ്റെ വാല്യൂ നമ്മളിലുണ്ട്. വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് mu? ദാറ്റ് ഈസ് 0.25. വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് w? ഇറ്റ് ഈസ് 200. കാൽക്കുലേറ്റർ എടുക്കുക, cos 30യുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, 0.25 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, sin 30യുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇനി ജസ്റ്റ് പുട്ട് ദ വാല്യൂ, ഗെറ്റ് ദ ആൻസർ മാത്രമേ ഉള്ളൂ. കാൽക്കുലേറ്റർ ഒന്ന് ട്രൈ ചെയ്യുക, നിങ്ങൾക്ക് ഈസി ആയിട്ട് ആൻസർ കിട്ടും. ദ ആൻസർ വിൽ ബി 50.45 ന്യൂട്ടനാണ് നമ്മുടെ ഇക്വേഷൻ, നമ്മുടെ ഫൈനൽ ആൻസർ. കണ്ടോ, വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സോൾവ് ചെയ്യാൻ പറ്റും. ഇത് ആക്ച്വലി ഏത് പ്രോബ്ലത്തിന് ഇക്വലൻ്റ് തന്നെയാണ്? നമ്മൾ ഏറ്റവും ആദ്യം ചെയ്ത പ്രോബ്ലം ഉണ്ടല്ലോ, ആ പ്രോബ്ലത്തിന് ഇക്വലൻ്റ് ആണ്. കണ്ടോ, ദിസ് ഇസ് ദ പ്രോബ്ലം. ഇവിടെ കണ്ടോ, പ്യുവർലി ഫോഴ്സ് പി എന്തായിരുന്നു? പ്യുവർലി ഹൊറിസോണ്ടൽ ഡയറക്ഷൻ ആയിരുന്നു. അതുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ വെർട്ടിക്കൽ ഡയറക്ഷണൽ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ആറിൻ്റെ വാല്യൂ എന്തെന്ന് കിട്ടും? 100 എന്ന് കിട്ടും. പക്ഷേ അതേസമയം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഈ കേസിൽ ഫസ്റ്റ് വെർട്ടിക്കൽ ഡയറക്ഷൻസിൻ്റെ ഇക്വേഷൻസ് ചെയ്യുമ്പോൾ നമുക്ക് ഒന്നും കിട്ടത്തില്ല, നമ്മൾ സ്റ്റക്കായി പോകും. ഇതാണ് നമ്മൾ ഫ്രിക്ഷൻ പ്രോബ്ലത്തിൻ്റെ ആദ്യത്തെ ഒരു കടമ്പ എന്ന് വേണമെങ്കിൽ പറയാം. 2 ഇക്വേഷൻ വന്ന് അതിൽ നിന്ന് ഒരെണ്ണത്തിനെ റീപ്ലേസ് ചെയ്ത് ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്ന ആ ടേമിലേക്ക് മാത്രം ഇക്വേഷൻ കൊണ്ടുവരിക. അതായത് ഫൈനൽ ഇക്വേഷൻസിനകത്ത് അൺനോൺ എന്ന് പറയുന്നത് ആര് മാത്രം വരാൻ പാടുള്ളൂ? പി മാത്രമേ വരാൻ പാടുള്ളൂ. കണ്ടോ, ഈ ഇക്വേഷൻ നോക്കൂ, പി മാത്രം അൺനോൺ, ബാക്കി എല്ലാം നോൺ വാല്യൂസ് ആണ്. നമ്മൾ ആരെയാണ് റീപ്ലേസ് ചെയ്തിരിക്കുന്നത്? നോർമൽ റിയാക്ഷനെയാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? റീപ്ലേസ് ചെയ്തിരിക്കുന്നത്. ദിസ് ഇസ് ദ നോർമൽ റിയാക്ഷൻ. നിങ്ങൾ ത്രൂ ഔട്ട് ദ പ്രോബ്ലം, ഫ്രിക്ഷൻ പ്രോബ്ലം ഒന്ന് അനലൈസ് ചെയ്ത് നോക്കിയാൽ മതി. എല്ലായ്പ്പോഴും വില്ലൻ ആരായിരിക്കും? നോർമൽ റിയാക്ഷൻ ആയിരിക്കും. നോർമൽ റിയാക്ഷൻ സാധാരണ കണ്ടുപിടിക്കാൻ എക്സാമിന് പറയാറില്ല, വേറെ എന്തെങ്കിലും കാണും. അപ്പോൾ നോർമൽ റിയാക്ഷനെ റീപ്ലേസ് ചെയ്യാനുള്ളൊരു ഇക്വേഷനാണ് നമ്മൾ ആദ്യമേ ഉണ്ടാക്കി വെക്കേണ്ടുന്നൊരു ബോധം നമ്മുടെ മനസ്സിൽ വേണം കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ എല്ലായ്പ്പോഴും പർപ്പസ്ഫുള്ളി എന്ത് ചെയ്യുന്നത്? ഫസ്റ്റ് നാം വെർട്ടിക്കൽ ഡയറക്ഷണൽ ഇക്വേഷനിലൂടെ സോൾവ് ചെയ്യും. കാരണം അവിടെയാണ് കൂടുതലും കിടക്കുന്നത് എന്ത്? നോർമൽ റിയാക്റ്റീവ് ഫോഴ്സ്. ഓക്കെ അല്ലേ? സോ ആ ഫസ്റ്റ് ബേസിക് ലെവലിൽ നിന്ന് ഒരല്പം നമ്മൾ മുകളിലോട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി അടുത്ത പ്രോബ്ലത്തിലേക്ക് പോകാം. ഓക്കെ.